നമസ്കാരം. ഉത്രാടപ്പാച്ചിലെല്ലാം കഴിഞ്ഞ് നാളത്തെ പൊന്നോണത്തെ വരവേൽക്കാൻ ആമോദത്തോടെ കാത്തിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും പ്രണാമം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ നിൻ പ്രസാദം. ഭഗവാന് മുന്നിൽ നിറദീപം കത്തിച്ച് കാഴ്ചകൾ ഒരുക്കിയ നമ്മുടെ മനസ്സിലിപ്പോൾ ആനന്ദത്തിൻ്റെ നിറവാണ്. ഈ രാവ് കഴിയുമ്പോൾ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിഷ്കാമ ഭക്തിയുടെയും നിറവായ ഓണത്തിനെ വരവേൽക്കാനുള്ള മനസ്സാണ് നമുക്കിപ്പോൾ. മനസ്സോടെയാണ് നാളത്തേക്കുള്ളതെല്ലാം ഇന്നേ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഓണം നാളത്തെ നല്ലതിനെക്കുറിച്ചുള്ള ഭാവനയാണ്. സമത്വമാണ് ഓണത്തിൻ്റെ സന്ദേശം. സ്നേഹവും പങ്കിടാനുള്ള ഹൃദയവിശാലതയും ഉണ്ടായാൽ എന്ത് കുറവുണ്ടായാലും അതൊന്നും ബാധിക്കാതെ നമുക്ക് മറ്റുള്ളവരിൽ എന്നും പൊന്നോണം സൃഷ്ടിക്കാൻ സാധിക്കും. ഭേദചിന്തയില്ലാത്ത മനസ്സിൽ എപ്പോഴും ഓണത്തിൻ്റെ സമത്വഭാവമാണ്. അത്തരമൊരു മനസ്സിലേക്ക് എത്തപ്പെടാനാണ് ഓണം നമ്മോട് പറയുന്നത്. ധർമ്മത്തിൻ്റെയും ദാനത്തിൻ്റെയും ഭൂതകാല സ്മൃതിയാണ് മഹാബലി. ഉല്ലാസവും സംസ്കാരവും ഒന്നായി ചേരുമ്പോഴാണ് ജീവിതം എന്നും ഉത്സവമായി മാറുന്നത്. ഇനി കാവലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകീടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്കെന്നുടനനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിടുന്നേരം. ഇനി രാമായണ ദർശനം. ശ്രീരാമ അവതാര ലക്ഷ്യത്തെ അഗസ്ത്യമുനി രാമനെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. പരമമായ ഭക്തിഭാവത്തോടുകൂടി ശ്രീരാമനെ സ്തുതിച്ച് നിത്യവും ഭക്തി ഉണ്ടാവാൻ പ്രാർത്ഥിച്ച് അനന്തരം അക്ഷയമായ തൂണീരത്തോടുകൂടി വിശിഷ്ടങ്ങളായ അമ്പും വില്ലും അതുപോലെ വാളും അഗസ്ത്യ മഹർഷി ശ്രീരാമന് നൽകി. ശ്രീരാമന് ചെയ്യാനുള്ള വലിയ ധർമ്മകാര്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ട് അഗസ്ത്യ മഹർഷിക്ക്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ആയുധങ്ങളെ മുഴുവൻ നൽകിയതെന്ന് നമുക്ക് കാണാം. തുടർന്ന് രാമനോട് പറയുകയാണ്,
ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മർത്യനായി പിറന്നതും. ഹേ രാമ, ഈ ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്ന രാക്ഷസകുലത്തെ നീ നശിപ്പിക്കണമേ. നീ സാക്ഷാൽ ഭൂപതിയാണല്ലോ, ഭൂമിയുടെ പതിയാണല്ലോ. രണ്ടർത്ഥമാണ്. ഒന്ന്, ക്ഷത്രിയനാണ്, രാജാവാണ്. രണ്ട്, ഭൂപതി മഹാവിഷ്ണുവാണ്. രണ്ട് നിലയ്ക്കും ആ സംബോധന ഇവിടെ യോജിക്കും. അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു ധർമ്മസംസ്ഥാപനാർത്ഥം രാമനായി വന്നതാണ് നീ. അഥവാ ഭൂഭാരം തീർക്കാൻ ബാധ്യതയുള്ള ഭൂപതിയാണ് നീ. കാരണം ഭൂമിയുടെ മൊത്തം ആധിപത്യം ഇക്ഷ്വാകു വംശത്തിൽ നിക്ഷിപ്തമായിരുന്നു. ആ ഇക്ഷ്വാകുവിൻ്റെ പിന്മുറക്കാരനാണ് നീ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭൂപതി ശബ്ദം അവിടെ യോജിക്കും. അതുകൊണ്ട് രാക്ഷസ ഭൂഭാരത്തെ നീ വിനഷ്ടമാക്കി തീർക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ്. സാക്ഷാൽ ശ്രീനാരായണനായ നീ മഹാവിഷ്ണുവാണ്, നീ നാരായണനാണ്. രാക്ഷസവധത്തിനായിക്കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മായയോടുകൂടി മനുഷ്യരൂപത്തിൽ വന്നിട്ടുള്ളത്. ഇത്രയും ഓർമ്മിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും നിർദ്ദേശിക്കുകയും ഒക്കെയാണ് അഗസ്ത്യൻ. രാമൻ അറിയാം, എങ്കിലും അവതാരത്തിൽ മാനുഷ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഒരു എളിയ ഭക്തൻ എന്ന നിലയ്ക്ക്, നിർദ്ദേശിക്കുന്നു അഗസ്ത്യ മഹർഷി എന്ന നിലയ്ക്ക്. അനന്തരം 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. ഇവിടെ നിന്ന് 2 യോജന സഞ്ചരിച്ചാൽ പുണ്യഭൂമിയായ പഞ്ചവടിയിൽ നിങ്ങൾ എത്തിച്ചേരും. ഗോദാവരി നദിയുടെ തീരത്ത് അവിടെ നല്ലൊരാശ്രമം പണിത് സീതയോടുകൂടി ശേഷിക്കുന്ന കാലം അവിടെ താമസിക്കും. അപ്പോൾ ശേഷിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നിങ്ങൾ വളരെയധികം വനയാത്ര ചെയ്തു. ഇനി അങ്ങനെ യാത്ര ചെയ്യേണ്ടതില്ല. 14 വർഷം പൂർത്തിയാകുന്നതിന് ആവശ്യമായ ബാക്കി കാലം നിങ്ങൾ അവിടെ താമസിക്കും. ഇതാണ് അഗസ്ത്യൻ നിർദ്ദേശിക്കുന്നത്. പഞ്ചവടി വലിയ തീർത്ഥമായി മാനിക്കപ്പെടുന്നു. ഇന്ന് നമ്മൾ ഗോദാവരിയുടെ തീരത്ത് പഞ്ചവടിയിൽ പ്രാധാന്യേന സ്മരിക്കുന്നത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അതിനു മുമ്പേ അത് മുഖ്യ തീർത്ഥമാണ്. പുണ്യനദിയായ ഗോദാവരിയുടെ സാന്നിധ്യം. എത്രയോ മഹാപുരുഷന്മാർ എത്ര കാലമെന്ന് നമുക്കറിയില്ല, അത്രയും കാലമായിട്ട് തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലം. ഇങ്ങനെ എന്തുകൊണ്ടും പ്രഭാവമുള്ള സ്ഥലമാണ് പഞ്ചവടി. ഇന്ന് നാസിക് എന്ന് പ്രസിദ്ധമാണ് ആ സ്ഥലം. നാസികാച്ഛേദം ചെയ്തതുകൊണ്ട് നാസിക്. ശൂർപ്പനഖയുടെ നാസിക ഛേദിച്ച സ്ഥലം, അതാണ് നാസിക്. അവിടെ ഒഴുകുന്ന ഗോദാവരി നദി, പഞ്ചവടി, ലക്ഷക്കണക്കിന് സജ്ജനങ്ങൾ ഒത്തുചേരുന്ന മേള നടക്കുന്ന സ്ഥലം. ഏതായാലും അവിടെയാണ് അഗസ്ത്യൻ നിർദ്ദേശിക്കുന്നത് ശ്രീരാമനോട് പോയി താമസിക്കാൻ. തത്രൈവ വസിച്ചു ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി.
ശ്രുത്വൈതസ്തോത്രസാരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥസമന്വിതൻ രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യപാദാംബുജം. യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാക്കും വൃദ്ധനം ജടായുഷം. പഞ്ചവടിയിൽ വസിച്ച് ദേവകാര്യങ്ങളെല്ലാം നിർവഹിക്കൂ എന്ന് അഗസ്ത്യൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ഓർമ്മപ്പെടുത്തി. അവിടെ പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ ദേവകാര്യങ്ങളെല്ലാം ചെയ്യൂ എന്ന് ഓർമ്മിപ്പിച്ചു. തുടർന്ന് എഴുത്തച്ഛൻ്റെ വാക്യങ്ങളാണ്. ഈ അഗസ്ത്യനാൽ ചെയ്യപ്പെട്ട ശ്രേഷ്ഠമായ സുഭാഷിതം, സ്തോത്രം, തത്വാർത്ഥസമന്വിതം, അതിസൂക്ഷ്മമായ തത്വാർത്ഥങ്ങളോട് കൂടിയിട്ടുള്ള സ്തോത്രം. ഇത് കേട്ട് അഗസ്ത്യ മഹർഷി പറഞ്ഞ മറ്റ് നിർദ്ദേശങ്ങളും മാനിച്ച് അമ്പും വില്ലുമെല്ലാം താഴെ വെച്ച് രാമൻ അഗസ്ത്യ മഹർഷിയെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. ആ പാദാംബുജങ്ങളെ സ്പർശിച്ചുകൊണ്ട് തുടർന്ന് സീതയോടും ലക്ഷ്മണനോടും കൂടെ രാമനെ യാത്രയാക്കി അഗസ്ത്യൻ. അങ്ങനെ അവർ അഗസ്ത്യൻ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് പഞ്ചവടിയിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ആ വഴിയിൽ വലിയൊരു പർവ്വതതുല്യ ശരീരത്തോടു കൂടിയുള്ള ശ്രേഷ്ഠനായ ജടായുസ് എന്ന പക്ഷിയെ കാണുകയാണ്. ആ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഓണത്തിൻ്റെ ഈ പുണ്യസന്ധ്യയിൽ ക്ഷേത്ര ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും ഓണാശംസകൾ.